500 രൂപ സാധാരണ പലിശ നിരക്കിൽ 4 വർഷം കൊണ്ട് 900 രൂപയാകണമെങ്കിൽ പലിശ നിരക്ക് എത്രയാകണം? നമുക്ക് സാധാരണ പലിശ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്നതിനുള്ള സൂത്രവാക്യം I സമം P ഇൻറ്റു N ഇൻറ്റു R എന്നാണ്. ഇതിൽ I സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ, P പ്രിൻസിപ്പൽ നിക്ഷേപത്തുക, N നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക്. 500 രൂപ ഇട്ടിട്ട് 900 രൂപയാകുക എന്ന് പറഞ്ഞാൽ 400 രൂപയാണ് പലിശ വരുന്നത്. 900 കുറച്ച 400 രൂപയാണ് പലിശ. അപ്പോൾ ഐക്ക് പകരം നമുക്ക് 400 എന്ന് എഴുതാം. സമം നിക്ഷേപത്തുക 500 ആണ്, ഇൻറ്റു വർഷങ്ങളുടെ എണ്ണം 4 ആണ്, ഇൻറ്റു പലിശ നിരക്കാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ R എന്ന് കിട്ടും. R/100 എന്നിടുക, അത് ശതമാനമാണല്ലോ. R/100. നമുക്ക് ഇതിന്ന് പലിശ നിരക്ക്, അതായത് R കാണണം. ഒരു സമവാക്യത്തിൽ നമുക്ക് ഈ ചരം കാണണമെങ്കിൽ ആ ചരത്തിൻ്റെ കൂടെ ഉള്ളതൊക്കെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ ഇവിടെയൊക്കെ ഗുണനചിഹ്നവും ഹരണചിഹ്നമാണ്. അപ്പോൾ ആ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെയുള്ള ഛേദങ്ങളൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അംശങ്ങളായി മാറും, അംശങ്ങളെല്ലാം ഛേദങ്ങളായി മാറും. അപ്പോൾ നമുക്ക് R ആണ് കാണാൻ പോകുന്നത്. R സമം എന്ന് എഴുതിയിട്ട് മറുഭാഗത്തുള്ള സംഖ്യ ആദ്യം എഴുതുക. എന്താണ് മറുഭാഗത്ത്? 400. ഇനി ആറിൻ്റെ കൂടെയുള്ളതൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഡിനോമിനേറ്റേഴ്സൊക്കെ ന്യൂമറേറ്റേഴ്സ് ആക്കുക, ന്യൂമറേറ്റേഴ്സിനൊക്കെ ഡിനോമിനേറ്റേഴ്സ് ആക്കുക. അപ്പോൾ ഇവിടെ /100 ഉണ്ട്, അത് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 100 ആവും. ഇവിടെ ഇൻറ്റു 500 ഇൻറ്റു 4 ഉണ്ട്, അതൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എന്ന് വരും. 500 ഇൻറ്റു 4. ഇത് നമുക്ക് വെട്ടിച്ചുരുക്കിയ ഉത്തരമായി. ഈ 4ഉം 400ഉം കൂടി വെട്ടിച്ചുരുക്കുമ്പോൾ 100 എന്ന് വരും. ഈ 100ഉം 2 0 വെട്ടിക്കളഞ്ഞു. ബാക്കി അംശം 100 ഛേദം 5, 100/5 20. അതായത് R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് 20%.